ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ബലൂചിസ്ഥാൻ മേഖലയിൽ പാക് സൈനികർക്ക് നേരെ ബലൂചിസ്ഥാൻ വിമോചന സേനയുടെ നേതൃത്വത്തിൽ ശക്തമായ ആക്രമണം നടക്കുന്നു എന്നതാണ്. ഗ്രനേഡ് ഉപയോഗിച്ചുള്ള ആക്രമണമാണ് പാകിസ്ഥാൻ സൈനികർക്ക് നേരെ അവിടെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. നേരത്തെ പാകിസ്ഥാന്റെ പതാകകൾ മാറ്റി ബലൂചിസ്ഥാന്റെ പതാകകൾ അവർ പല സ്ഥലങ്ങളിലും ഉയർത്തിയിരുന്നു. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി, ഈ ഇടനാഴി ഗ്വാദർ തുറമുഖമടക്കം ബലൂചിസ്ഥാനിലെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്, ഇടനാഴിയാണ്, വ്യാപാര ഇടനാഴിയാണ്. ഇതുകൂടാതെ തന്നെ ചൈനയുടെ വൻ നിക്ഷേപം ഈ മേഖലയിൽ നടത്തിയിട്ടുണ്ട്. കാരണം ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായ ഒരു മേഖലയാണ്. പാകിസ്ഥാൻ്റെ സമ്പദ്ഘടനയുടെ നട്ടെല്ലാണ് ഈ ബലൂചിസ്ഥാൻ മേഖലയിൽ നിന്നുള്ള വരുമാനം. അവിടെ ചൈന ഈ വരുമാനത്തിൽ കണ്ണു നട്ടുകൊണ്ടാണ് വികസന പ്രവർത്തനങ്ങൾക്ക് പണം നിക്ഷേപിക്കുന്നത് എന്ന ആരോപണം നേരത്തെ തന്നെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഉയർത്തിയിരുന്നതാണ്. ഇന്നിപ്പോൾ ആ പ്രധാനപ്പെട്ട ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയിൽ ഉപരോധങ്ങളടക്കം തീർത്തുകൊണ്ട് പാകിസ്ഥാൻ സൈനികർക്ക് നേരെ കടുത്ത ആക്രമണം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുകയാണ്.